ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ലൊരു ചിക്കൻ ഫ്രൈ ആട്ടോ, സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/2 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ പാൻ. അതിലോട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാലയാട്ടോ ഇവിടെ ചേർക്കണേ. പെരിഞ്ജീരകം ഇതിൽ പൊടി ചേർത്താൽ നല്ലതാട്ടോ. പിന്നെ ഈ ചിക്കനിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെയൊന്നും ചേർക്കണില്ല കേട്ടോ. അതൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്. ഇതിപ്പോൾ മസാല മാത്രം ഒന്ന് മൂപ്പിച്ച് ചേർക്കണുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മുളക് പൊടി ഇട്ടില്ലെങ്കിലും ചിക്കൻ മസാല മാത്രം ഉണ്ടെങ്കിൽ അതായാലും നല്ലതാട്ടോ. പിന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഞാനൊരു ശകലം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഇത് എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് സിമ്മിലിട്ട് തന്നെ, അപ്പോൾ അതേ കളറ് മാറും. അപ്പോഴേ അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി അങ്ങനെ നല്ല യോജിച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം. ഇനി അത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് ഓയിലോ, നമ്മൾ എന്ത് ഓയിൽ ഇട്ടാണോ വറക്കണേ ആ ഓയിൽ ഇച്ചിരി മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അങ്ങനെ പെരണ്ടിരുന്നോളും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു, പിന്നെ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി ഒരു 1/2 മണിക്കൂർ വെച്ചിരുന്നാൽ നല്ലതാണ്. 1/2 മണിക്കൂറൊന്നും വെക്കാനുള്ള സമയമില്ല. അപ്പോൾ നമുക്ക് അത് തിരുമ്മി വെച്ചിട്ട് കുറച്ച് നേരം വെച്ചായിരുന്നു കേട്ടോ. ഞാൻ തിരുമ്മി വെച്ചാലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ചെറിയൊരു പുളിയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ അതിലോട്ടൊരു ചാടി, ആ നാരങ്ങയുടെ ആ ഉള്ളിലെ ചാടുമ്പോൾ അതിൽ കയ്പ്പ് വരും. അപ്പോൾ അത് എടുത്ത് കളഞ്ഞതാണ്. എന്നിട്ട് അത് നന്നായിട്ട് തിരുമ്മി റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഒരു പാൻ വെച്ചു. അതിലോട്ട് വറക്കാനുള്ള ഓയിൽ വളരെ കുറച്ചായിട്ട് ഞാൻ ഒഴിച്ചോളൂ. ഇത്രേ ഉള്ളൂ, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് കോൺഫ്ലവർ ഇപ്പോൾ ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അങ്ങനെയല്ല, ഇതൊരു വേറെ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഈ രീതിയിൽ വറക്കുമ്പോൾ. ഇതിലോട്ട് വേറെ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ. എന്നിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചു ഇടണം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, സവാള അരിഞ്ഞിട്ട് കൊടുക്കാം, വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ വേറൊരു ടേസ്റ്റാണ്. സവാള അരിഞ്ഞ് ഒപ്പം വഴി വറുത്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം നിരത്തി നല്ലോണം തിരിച്ച് മറിച്ച് വിട്ട് വറുത്തെടുത്തു. വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും പ്ലീസ്. താങ്ക്